ഞങ്ങളെ വീട്ടിൽ കൊറേ ആൾക്കാരുണ്ട് കേട്ടോ. വയ്യാതാവുമ്പോ തിരിഞ്ഞു നോക്കാത്തൊരു വീട്ടിൽ എത്ര നമ്മൾ നിക്കുക, കണ്ണിന്റെ കാഴ്ച ഇല്ലാതെ എങ്ങനെ അപ്പൊ ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ് ചായക്കടിക്കാ. ചേച്ചിയുടെ കുട്ടിക്ക് ഓണാഘോഷമൊക്കെ ആയിട്ട് സ്കൂളിൽ പരിപാടി കേട്ടാ. അപ്പൊ ഓൾക്ക് പോകുമ്പോഴേക്ക് നൂഡിൽസ് മതി എന്ന് പറഞ്ഞപ്പോ നൂഡിൽസ് ഉണ്ടാക്കിയാണ്. എന്നാ പിന്നെ അത് തിന്നിട്ട് പോയിക്കോട്ടെ. ഭയങ്കര മഴയാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ പൂക്കളടലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടാ. തുമ്പിയേ കഴിച്ചിട്ട് പോയിക്കോട്ടാ. ഞാനിട്ടാ തുമ്പി ഒന്നും കളി. പാത്രം കഴുകിയിട്ടാണ് നീ പിന്നെ ബിരിയാണി വെക്കാന്. അപ്പൊ നമ്മള് ചെറുതായിട്ടൊരു ബിരിയാണി വെക്കരുത്, കുറച്ച് അരി ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ടടി ചമ്മന്തി? കരഞ്ഞ് ഇഡ്ഡലിക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിട്ട് എരി വരിയിട്ട് കരഞ്ഞു മക്കളെ. അപ്പൊ ആരെങ്കിലും ചമ്മന്തി അരച്ചത്? അയ്യോ, ചമ്മന്തി അരിഞ്ഞിട്ട് കരഞ്ഞ്. അച്ചടാ, വെള്ളം കൊടുക്കണി. വെള്ളം ഇളകിയിട്ടില്ല. അയ്യോ, വൈഫൈക്ക് പോവട്ടെ. അപ്പോൾ ഞങ്ങൾ വൈഫൈക്ക് പോകണം കേട്ടോ. എനിക്ക് ചാനൽ വിജയിക്കോ ഇല്ലയെന്നൊന്നും അറിയാതെ തുടങ്ങിയൊരു ചാനലല്ലേ, നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു വൈഫൈയും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ കുറച്ചപ്പുറത്തുള്ളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ വൈഫൈ ഉപയോഗിച്ചിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. എന്താ എൻ്റെ പ്രശ്നം? കൊടേ ഏടാ, ഒരു കൊട അതിന് കൊടുത്ത കൈ പിടിക്കാന് സ്വൈര്യം തരില്ല. ഒരു കൊട കൊടുത്ത അതിന് കൊടുത്ത അത് കറിയുന്നുണ്ടല്ലേ. ആ ഈ കൊട മഴ ഒന്നുമില്ല, പക്ഷെ കുട്ടി കൊട ചൂടാൻ വേണ്ടി കരഞ്ഞതാ. എന്നാ വാ നടന്നുകൂടെ. ഭയങ്കര കുറുമ്പത്തിയാണ് നിങ്ങളൊക്കെ. എന്താണ് അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്നത്? ഇതിന്റെ മോളാണ്. ഇത് അനിയത്തിന്റെ മോളാണ് കേട്ടാ, ഋതു. ഋതി ഒരു ഹായ് പറഞ്ഞടി. നിങ്ങളിങ്ങനെ പോണ വഴിയേട്ടോ, ഒരു 5 മിനിറ്റ് നടക്കണം. നല്ല പൂമ്പാറ്റകളും ഒക്കെ നല്ല രസമുള്ള വഴിയേട്ടാ. ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ബിരിയാണി തിന്നും, വൈകുന്നേരം ബിരിയാണി തിന്നും. ആകെ ഒരു ബിരിയാണിയാണ് കേട്ടോ അവിടെ. നല്ലൊരു സന്തോഷമുള്ള കാലമായിരുന്നു അതൊക്കെ. പക്ഷെ നമ്മളെ നോക്കാത്ത, വയ്യാതാവുമ്പോ തിരിഞ്ഞു നോക്കാത്ത ഒരു വീട്ടിൽ എത്ര നമ്മൾ നിൽക്കുക, കണ്ണിന്റെ കാഴ്ച ഇല്ലാതെ എങ്ങനെ ജീവിക്കാനാ? 2 കണ്ണും പൊട്ടുന്ന വരെ ചിലപ്പോ അവരവിടെ നിർത്തുണ്ടാവും. ഒരു കണ്ണിന്റെ കാഴ്ച പോയപ്പോ തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു സർജറിക്ക്. ഞാനും അമ്മയും കൂടി എല്ലാ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ നുറുക്കി റെഡിയാക്കിയാണ് കേട്ടാ. കണ്ടു പോയിട്ടുണ്ടെങ്കിൽ പ്രസിന്റെ വീഡിയോ 5 ലക്ഷം പോയത്. എല്ലാരും കൂടി ഇന്നെ കളിയാക്കാണ് കേട്ടാ. അവരെല്ലാരും നല്ല സപ്പോർട്ടാണ്. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് കളിയാക്കൊക്കെ ചെയ്യും. അന്ന് പണ്ട് എന്റെ അമ്മ ഉറക്കിയത് എങ്ങനെയുണ്ട് പിടിക്കും തല ഒരു ദിവസം ഞാൻ എന്നാണ് വീഡിയോ കണ്ടു. ഒരാൾക്ക് രണ്ട് മക്കൾ ഇട്ടാ, 2 പിടിച്ചിട്ട് ചന്തിക്ക് നല്ല അടിയായിട്ട് കൊടുക്കും. അപ്പൊ തന്നെ ഉറങ്ങും. അങ്ങനെ വീട്ടിലുള്ളവരൊക്കെ ഉറക്കുന്നത് വീഡിയോ ഉണ്ടായിരുന്നു. ഉറക്കത്തിന്റെ ഉസ്താദ്മാരിപ്പോ ഇവിടെ നേരെ 5 മണി ആയിട്ട് കേട്ടോ. ഉച്ചറക്കം കഴിഞ്ഞ് നീച്ചു വന്നു. ഇന്നെന്താ കുട്ടിക്ക് പാലച്ചാ? തുമ്പി പോവുക അത്ര വേഗം ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക്. ബിരിയാണിയിൽ പുഴുവില്ലല്ലോ, കുറച്ച് മതി നമുക്ക് രാത്രിക്കല്ല അമ്മ, കുറച്ച് അരി മതി. എടി അഞ്ചിട്ടിയ പ്രസിമാമയുടെ കാപ്പി എങ്ങനെയുണ്ട്? നേരത്തെ തുള്ളിച്ചമ്മന്തി പോലെയാണോ? കാപ്പി എന്താ ഇതില്ലേ? ടേസ്റ്റ് ഉണ്ട്, എരിഞ്ഞിട്ട്. അല്ല, ഞങ്ങളെല്ലാരും കുടിക്കണ്ടല്ലോ. ഞാനിവിടെ ഒരാൾ നിക്കണുണ്ടെന്ന് വല്ല വിചാരം കേട്ടില്ല. അമ്മ ഒക്കെ വൈറലാവാന്. വൈറലായാലും അമ്മയ്ക്ക് വ്യൂവേഴ്സ് കേൾക്കും. ഇത് പറഞ്ഞത് കുറച്ച് ചായ തന്ന് കൊറേ പാദ്യം തന്ന് പറ്റിച്ചു.
എന്തായാലും ഇത് അമ്മ പറ്റിച്ചാ. ഞങ്ങളിത് കരക്കി വെച്ചതായിരുന്നു. അപ്പൊ പെട്ടെന്ന് അരി ഉണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതാണ് കേട്ടോ. അതിങ്ങനെയുണ്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഇവിടെ വെക്കാട്ടോ. എന്നിട്ട് നമുക്ക് ഉള്ളിയൊക്കെ വാട്ടാം. ഫ്ലവർ ഓയിലില് സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ. മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൽ ബിരിയാണി മസാല, ഒരു നുള്ളി ചിക്കൻ മസാല, മല്ലിപ്പൊടി, എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി തൈര് ഒഴിക്കാം. തൈര് ഇത് നമ്മളെ വീട്ടില് കല്യാണത്തിന് പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഒരു സ്പൂൺ ഇടാം. ഫ്രിഡ്ജിൽ ഒരു നാരങ്ങ ഉണ്ട് കേട്ടോ. അത് ഉണങ്ങിയിട്ട് ഇങ്ങനെ ചുക്കായി, നീരുണ്ടോന്ന് നോക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇങ്ങനെ നീര് ഒഴിച്ചു കൊടുത്താലേ നമുക്ക് എന്താ വെച്ചാല് ചോറ് ഒട്ടി പിടിക്കൂല. അതിന് വേണ്ടിയിട്ട് അങ്ങനെ നാരങ്ങ നീരിട്ടിട്ടു. ബിരിയാണിന് ഉപ്പിടുമ്പോ എപ്പോഴും നല്ലത് കല്ലുപ്പാണ്. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ ഉപ്പ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഉപ്പുണ്ടോന്നിട്ടാ. അപ്പൊ കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പൊ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. കല്ലുപ്പ് നമ്മളിങ്ങനെ ബിരിയാണി വെക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ലാത്തതിനൊക്കെ നമ്മൾ പൊടിപ്പാണ് യൂസ് ചെയ്യല്. മതി. ഇനി ഒന്നും കൂടി തിളയ്ക്കണം. ഒരു 80% അത്രയൊക്കെ വെന്താ മതി. പിന്നെ നമുക്ക് ദമ്മിടാം. മതി, ഓഫാക്കാം. നമുക്ക് രണ്ട് പിന്നെ ഒരു 4 ഏലക്കായും കൂടി പൊളിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ചോറിലേക്ക് ആ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടി, അല്ല ചെറിയ ഉള്ളില്ല, സവാളയും കൂടി ഫ്രൈ ചെയ്തിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. നുള്ളു പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. നമ്മളിത് വേവിച്ചെടുക്കുക ചെയ്ത് കേട്ടോ ചിക്കൻ. ഇതിലുള്ള വെള്ളമൊക്കെ ഇതിലാണ് പറ്റി. അപ്പൊ നമ്മള് ചോറ് ഒന്ന് ദമ്മിടണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു. നമ്മള് സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. ലാസ്റ്റത്തെ ഇതിൽ മാത്രമേ നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ. അതിൽ നമ്മള് ഒരു നുള്ള്, ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും, അണ്ടിയും മുന്തിരിയും, പിന്നെ ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പൊ അത് നമ്മള് ഇതിന്റെ മുകളിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ല് കിട്ടാനാട്ടോ അങ്ങനെ. ഇനി ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇനി നമുക്കിത് അടച്ചിട്ട് അതിന്റെ മുകളില് ഇങ്ങനെ അടക്കിലിട്ടാണ്. ഇതിന്റെ മുകളില് നമ്മള് വീട്ടാവശ്യത്തിനുള്ള ബിരിയാണി അല്ല, അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരുക്കങ്ങളൊന്നും ഇല്ല കേട്ടാ. അങ്ങോട്ട് ഇനി നമുക്ക് അടിയിൽ കനല് കുറച്ചിട്ട് മോളിക്ക് ഇടട്ടാ. കണ്ടാ, ഇങ്ങനെ മോളിക്ക് ഇട്ട് കൊടുക്കാം. ബിരിയാണി റെഡി ഒന്നും ആയിട്ടില്ല കേട്ടാ. ഇനി അങ്ങനെ ഇരിക്കട്ടെ കുറച്ചു നേരം. അത്രയ്ക്ക് ഭയങ്കര ബിരിയാണി ഒന്നും അല്ല അത്. ഞങ്ങളൊരു തട്ടിക്കൂട്ട് തൽക്കാലം മക്കൾക്ക് ബിരിയാണി എന്നൊക്കെ പറയാൻ വേണ്ടിട്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ഞങ്ങൾ ഇങ്ങനെ വെക്കലുണ്ട്. എല്ലാ സാധനവും എപ്പോഴും ഉണ്ടായിട്ടൊന്നും ചിലപ്പോ ബിരിയാണി വെക്കാൻ പറ്റണമെന്നില്ല. രണ്ടോരൊക്കെ എടുത്തിട്ട് അപ്പൊ നമ്മളിത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇളക്കി നെയ്യൊക്കെ ചേർത്തിരുന്നു കേട്ടോ. ഞാനത് ചിലപ്പോ വീഡിയോയിൽ പെട്ടിട്ടില്ല തോന്നുന്നുണ്ട്. പെട്ടീന ഇതിപ്പോ കഴിക്കാനുള്ളത് ഞാൻ ഒരുമിച്ച് മറിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ സൈഡിൽ നിന്നൊക്കെ മറിച്ചിട്ടാ മതി. ഞങ്ങളുടെ വീട്ടിൽ ഇതാ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. രാത്രിയാണ്, അതുകൊണ്ട് വലിയ ക്ലിയർ ഒന്നുമില്ല വീഡിയോക്ക്. ഇതെന്തത്ര നോക്കിയത്, ചേച്ചി അനിയത്തി കുട്ടികളും ഒക്കെ കൂടി ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെ ബിരിയാണി വെക്കലും കഴിക്കലും എല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും നല്ല ഇഷ്ടമാവുകയൊക്കെ ചെയ്തു. ഇനി പാത്രങ്ങൾ കഴുകാണ്ട്, ഇത് ഞാൻ ചെമ്പും കലൊക്കെ പുറത്ത് വെച്ചിട്ട് തേച്ച് കഴുകാട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നാളെ പുതിയ വീഡിയോയിൽ കാണാം.